ഗുജറാത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് അറബിക്കടലിന്റെ തിരമാലകൾ ശാന്തമായി തട്ടിമടങ്ങുന്ന സ്ഥലത്തിനടിയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ചരിത്ര രഹസ്യങ്ങളിലൊന്ന് ഉണറഞ്ഞുകിടക്കുന്നു: ദ്വാരക. പുരാണങ്ങളിൽ ശ്രീകൃഷ്ണൻ ഭരിച്ച മഹാനഗരമായി വിശേഷിപ്പിക്കപ്പെടുന്ന ഈ നഗരം ആയിരക്കണക്കിനു വർഷങ്ങളായി കഥയും വിശ്വാസവും ചരിത്രവും തമ്മിൽ ചേരുന്ന ഒരു നിഗൂഢതയാണ്. മഹാഭാരതം പറയുന്നതുപോലെ മധുര വിട്ട ശേഷം കൃഷ്ണൻ തൻ്റെ ജനങ്ങളെ രക്ഷിക്കാൻ കടലിനടുത്ത് ഒരു അപൂർവ നഗരം പണിതു. ഉയർന്ന മതിലുകളും രാജവീഥികളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളുമുള്ള സമ്പന്നമായ ഒരു നഗരമായിരുന്നു ദ്വാരക. എന്നാൽ കൃഷ്ണന്റെ കാലാവസാനത്തോടെ കടൽ ഈ നഗരത്തെ തിരിച്ചെടുത്തു എന്നാണ് പുരാണ വിവരണം. നൂറ്റാണ്ടുകളോളം ദ്വാരക ഒരു ഐതിഹ്യമെന്ന് മാത്രമായിരുന്നു കരുതപ്പെട്ടത്. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ സമുദ്രത്തിനടിയിൽ നടത്തിയ പുരാവസ്തു പഠനങ്ങൾ ഈ കഥയ്ക്ക് പുതിയ അർത്ഥം നൽകി. ഇന്ത്യൻ നാവികസേനയും പുരാവസ്തു ഗവേഷകരും നടത്തിയ അന്വേഷണങ്ങളിൽ കടലിനടിയിൽ കല്ലുമതിലുകൾ, വഴികൾ, ചതുരാകൃതിയിലുള്ള അടിത്തറകൾ, പടിക്കൽ ഘടനകൾ എന്നിവ കണ്ടെത്തി. ഈ ഘടനകൾ യാദൃച്ഛികമല്ലായിരുന്നു. അവ ഒരു പദ്ധതിപരമായ നഗരത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു. ഉപയോഗിച്ച കല്ലുകളും നിർമ്മാണ ശൈലിയും ഹരപ്പൻ കാലഘട്ടത്തിന്റെയും പുരാതന ഇന്ത്യൻ ശില്പകലയുടെയും സ്വഭാവം ഓർമ്മിപ്പിച്ചു. ചില കണ്ടെത്തലുകൾ 3000 മുതൽ 4000 വർഷം വരെ പഴക്കമുള്ളതാകാമെന്ന് ഗവേഷകർ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഒരു ചോദ്യം ഇന്നും ഉത്തരം തേടുന്നു: ഈ നഗരം ശരിക്കും കൃഷ്ണന്റെ ദ്വാരകയാണോ? ശാസ്ത്രം ഇതുവരെ വ്യക്തമായ ഒരു ഉത്തരം ഒരുക്കിയിട്ടില്ല. ചിലർ ഇതിനെ പുരാണവും ചരിത്രവും ഒത്തുചേരുന്ന അപൂർവ സാക്ഷ്യമായി കാണുമ്പോൾ മറ്റു ചിലർ കൂടുതൽ തെളിവുകൾ ആവശ്യപ്പെടുന്നു. എന്തായാലും കടലിനടിയിൽ കണ്ടെത്തിയ ഈ അവശിഷ്ടങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു: പുരാതന ഇന്ത്യയിൽ ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതിലേറെ ആധുനികമായ നഗര സംവിധാനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്. ഇന്ന് ദ്വാരക ഒരു വിശ്വാസ കേന്ദ്രവും ഒരുപോലെ ഒരു ചരിത്ര ചോദ്യചിഹ്നവുമാണ്. തിരമാലകൾക്കടിയിൽ മറഞ്ഞു കിടക്കുന്ന ആ നഗരം മനുഷ്യനോട് ഇന്നും ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു: ഇതൊരു കഥയോ അല്ലെങ്കിൽ മറക്കപ്പെട്ട ഒരു ചരിത്രമോ?